ദൈവനാമത്തിന് മാത്രം ഉണ്ടാവുമാറാകട്ടെ. സഭയുടെ സാമൂഹ്യ പ്രവർത്തനം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. സഭ ജനങ്ങളുടെ ഇടയിൽ എത്തേണ്ട ആവശ്യമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമുണ്ട്. അതിന് പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ വചനവും നമ്മളിൽ നിറയണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധമുള്ള ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിറയും. പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവാസമെടുത്തുകൊണ്ടും അത് നേടിയെടുത്ത് ഒരു ജനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ആവശ്യം ഏതായിരുന്നാലും പ്രാർത്ഥനയാൽ അവർക്കത് നേടിക്കൊടുത്ത് അതിനുശേഷം ദൈവത്തിൻ്റെ വചനം പടിപടിയായി അവരിൽ എത്തിച്ച് സ്വർഗരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ സേവനം ചെയ്യുന്ന സഭയാകണം നമ്മുടെ സഭ, നാം ഓരോ വ്യക്തികളും എന്ന് നാം പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരമുള്ള ഒരു ദൈവ വേലയ്ക്ക് ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവരുടെ ആവശ്യം പ്രാർത്ഥനയാൽ നേടിയെടുത്ത് കൊടുക്കാം എന്ന് ഉറപ്പ് നമുക്ക് വേണമെങ്കിൽ അതിന് വിശ്വാസം വേണം. അതിനാണ് നമ്മളെ വിശ്വാസി എന്ന് വിളിക്കുന്നത്. വെറും വിശ്വാസിയല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ വിശ്വാസി എന്ന് വിളിക്കുന്നത്. വിശ്വാസത്തിൻ്റെ കാര്യം നാം പറയുമ്പോൾ അതിനെ വളരെ ലളിതമായിട്ടും വ്യക്തമായിട്ടും കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഈ എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു നൽകിയിട്ടുണ്ട്. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, ദൈവവേലയ്ക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള വിശ്വാസം അടിയങ്ങൾ പിതാവേ നേടിയെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവോടുകൂടി അടിയങ്ങളിൽ ഉണ്ടായിരിക്കണമേ. എല്ലാം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറയുകയാണ്, കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയെ മാറുവാൻ പറഞ്ഞാൽ മാറിപ്പോകുമെന്ന് പറഞ്ഞു. പിന്നെയും പറയുകയാണ്, ഈ ജാതി ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ മാറിപ്പോകുകയില്ല. വിശ്വാസം ഇല്ലാത്ത ഒരു ജാതി നമ്മളുടെ ഉള്ളിലുണ്ട്. അത് ഉപവാസത്താലും പ്രാർത്ഥനയിലുമല്ലാതെ മാറിപ്പോകത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ വചനവുമായി, സഭ ദൈവത്തിൻ്റെ വചനവുമായി നമ്മുടെ സഭ സൂക്ഷിച്ചിരിക്കുകയാണ്. 1-2 പേരേ ഉള്ളൂ. ശബദാരാധനയിൽ അല്ലെങ്കിൽ മറ്റാരാധനയിൽ വരും, ഒരു 4 മണിക്കൂർ ഇരിക്കും, നമ്മൾ എന്തെങ്കിലുമൊക്കെ പാടും, പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് ശവസ്കൂൾ കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് പോകുന്നതാണ്. നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ വേലയുമെന്ന് പറഞ്ഞു പോയിഞ്ഞാൽ അവർ കളിയാക്കില്ലേ, നീയേ ദരിദ്രൻ, പിന്നെ എങ്ങനെ മറ്റുള്ളവരെ ഇവിടെ സമ്പത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം നൽകും എന്നിവിടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളിയാക്കുന്നത് പോലെ ആകില്ലേ എന്നിവിടെ പറയുന്നു. ദൈവം പറയുകയാണ്, നീ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ വചനം നിന്നിലുണ്ടായിരിക്കുക. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നീ ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആഗ്രഹമല്ല ആവശ്യം നേടിയെടുത്തു കൊടുക്കുവാൻ നിനക്ക് സാധിക്കും. അതിന് കടുകുമണിയോളം വിശ്വാസമുണ്ടാകണമെങ്കിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും നമ്മുടെ ജീവിതം നയിക്കണം. ആ വിശ്വാസം അതിനാദ്യം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ആ വിശ്വാസമെന്ന് പറയുന്നത്, വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ്. ഇന്ന് ഒരുവന് വേണ്ടി അവൻ രോഗസൗഖ്യത്തിന് വേണ്ടി ആശിക്കുന്നു, എന്നാൽ രോഗസൗഖ്യം അവനുണ്ടോ? ഇല്ല. അത് പ്രത്യാശിച്ചു കൊണ്ടിരിക്കുകയാണ് കാണാത്ത കാര്യത്തിന് വേണ്ടി. ആശിക്കുന്നതിൻ്റെ ഉറപ്പും ഇവിടെ കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ് വിശ്വാസം. ആ വിശ്വാസത്തോടുകൂടി അവൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരാശിക്കുന്നത് ഉറപ്പായും അവന് ലഭിക്കും. അതിനാദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉറപ്പിക്കണം. എങ്ങനെ? ഇവിടെ പറയുകയാണ്,
എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതിനാലല്ലോ പൂർവകന്മാർ സാക്ഷ്യം ലഭിച്ചത്. ഇവിടെ പറയുന്നത് പൂർവ്വന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് വിശ്വാസം മൂലമാണ്. നമുക്ക് രോഗസൗഖ്യം ലഭിക്കാതെ നമ്മൾ നമ്മുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവാസവും പ്രാർത്ഥനയും എടുത്ത് നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് രോഗസൗഖ്യം ലഭിക്കാതെ നമ്മൾ എപ്രകാരമാണ് വേറൊരുവന് നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നത്? നമ്മുടെ മക്കൾ ശരിയായ രീതിയിൽ അവർ വഴി നടത്തുവാൻ വേണ്ടി, നമ്മുടെ മക്കൾ ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ പാതയിലേക്ക് നടക്കുവാൻ വേണ്ടി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് അവരെ ദൈവത്തിൻ്റെ പാതയിലാക്കാതെ എങ്ങനെയാണ് നമുക്ക് സാക്ഷ്യമുണ്ടാകും? ആ സാക്ഷ്യവും വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടി വേറൊരു ഭവനത്തിൽ ചെന്ന് അവരുടെ മക്കൾ നല്ല രീതിയിൽ വഴി നടത്തുവാൻ എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നത്? ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറണം, ദാരിദ്ര്യമുണ്ടാകും, പക്ഷേ നിന്നെ ഞാൻ കടക്കാരനാക്കില്ല എന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. ഇന്ന് നമ്മളുടെ കടഭാരം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. കടമില്ലാത്ത ആരുമില്ല, എനിക്കും കടമുണ്ട്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ കടം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് ഞാൻ ധനം സമ്പാദിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതൊരു വലിയ മാഹാത്മ്യം കൊണ്ടല്ല പറയുന്നത്. വിശ്വാസത്തോടുകൂടെ കരഞ്ഞ് ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഓരോ ദിവസത്തിലും പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമേ, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പകരം എനിക്ക് സഹായം നേടുവാൻ, ഞാൻ കൈ നീട്ടുവാൻ നിൽക്കുവാനുള്ളൊരു അവസരം ഒരുക്കരുതേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്രകാരം എത്ര പേർ പ്രാർത്ഥിക്കുന്നു? നിനക്ക് ദാരിദ്ര്യമുണ്ടായിരിക്കും, പക്ഷെ കടം നിൻ്റെ പടിവാതിലിൻ്റെ അകത്ത് കടക്കില്ല. അതാണ് ദൈവത്തിൻ്റെ ഉറപ്പ്. ആ ഉറപ്പ് വിശ്വാസത്താൽ നേടിയെടുക്കാതെ വേറൊരു ഭവനത്തിൻ്റെ കടബാധ്യത മാറുവാൻ നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഒരു ഭവനത്തിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിനക്കും നിൻ്റെ ഭാര്യയ്ക്കും തമ്മിൽ ഒരു ചേർച്ചയും ദൈവസ്നേഹവും ഇല്ല എങ്കിൽ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചുകൊണ്ട് അത് നേടിയെടുക്കാതെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കുടുംബത്തിലെ പ്രശ്നം തീർക്കുവാൻ പോകുന്നത്? ദൈവത്തിൻ്റെ വചനവും എടുത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ദൈവസഭ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടണം എന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുത്ത് സാക്ഷ്യമില്ലാതെ വിശ്വാസമില്ലാതെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു ചെല്ലുന്നത്? പൂർവികന്മാരെ നോക്കുക, അവരെങ്ങനെയാണ് വിശ്വാസം നേടിയെടുത്തു എന്നും അത് എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണമെന്നും നാം ഇപ്പോൾ മനസ്സിലാക്കുവാൻ പോവുകയാണ്. നമുക്ക് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാട് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ ആത്മാവ് ഒന്ന് സംസാരിക്കുന്നു എന്നല്ല, ഹാബേലിൻ്റെ ആത്മാവ് ഒന്ന് സംസാരിക്കുന്നു എന്നല്ല. ഇന്നും ഹാബേലിനെ കുറിച്ച് സംസാരിക്കുന്നു. ആര്? ഞാൻ സംസാരിക്കുന്നു നിങ്ങളോടുകൂടി. നാളെ നിങ്ങൾ വേറെ പലരിടത്തും സംസാരിക്കും. ഹാബേലിൻ്റെ വിശ്വാസത്തോടു കൂടിയുള്ള യാഗത്തെക്കുറിച്ച് കർത്താവായ ദൈവം പറഞ്ഞു, നീ യാഗമർപ്പിക്ക്, ഞാൻ പറഞ്ഞ പ്രകാരം കുഞ്ഞാടിൻ്റെ രക്തം ചൊരിഞ്ഞ നീ യാഗം അർപ്പിക്ക്. അപ്രകാരം നീ ഞാൻ പറഞ്ഞ പ്രകാരം യാഗം അർപ്പിക്കുകയാണെങ്കിൽ നിനക്കൊരു സ്ഥാനം ഞാൻ നിനക്ക് നൽകും. ഏദെൻ തോട്ടത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്, ഏദെൻ തോട്ടത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് അച്ഛനും അമ്മയുടെയും വായിൽ നിന്നും, പാപത്തിന് മുൻപുള്ള ഏദെൻ തോട്ടത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും വായിൽ നിന്നും കേട്ട ഹാബേൽ ദൈവത്തിൻ്റെ വാഗ്ദത്വം അവരുടെ വായിൽ നിന്നും കേട്ട് നഷ്ടപ്പെട്ടു പോയതിനെ ഞാൻ നൽകും. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഹാബേൽ യാഗം അർപ്പിച്ചു.
ഹാബേൽ യാഗമർപ്പിച്ച ആ ദിവസം തന്നെ മരണപ്പെട്ടു. എന്നാൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു പുതിയ യെരൂശലേം, പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു നഷ്ടപ്പെട്ടു പോയ ആ ഏദെൻ തോട്ടം സൃഷ്ടിക്കുമ്പോൾ ഈ ഹാബേൽ തീർച്ചയായിട്ടും വിശ്വാസത്താൽ യാഗമർപ്പിച്ചതുകൊണ്ട് ആ ഭവനത്തിൽ കാണും. ആമേൻ. എന്നാൽ കൈനോ വിശ്വാസമില്ല, അങ്ങനെയെല്ലാം കിട്ടുമോ, ഞാൻ എൻ്റെ രീതിയിലെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു സ്വന്തം രീതിയിൽ അവിടെ യാഗം കഴിച്ചു, തൻ്റെ സഹോദരനെയും കൊന്നു, നിത്യനാശത്തിലേക്ക് പോയൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വിശ്വാസം വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടായിരിക്കണം. ദൈവം പറയുന്നത്, നീ ഇവിടെ ഹാബേലിനടുത്ത് പറഞ്ഞു, നീ യാഗമർപ്പിക്ക്, വിശ്വാസത്തോടെ യാഗമർപ്പിക്ക്, നിനക്കുള്ള പ്രതിഫലം ഞാൻ നിനക്ക് നൽകിയിരിക്കും. തീർച്ചയായിട്ടും ഹാബേലിന് ലഭിക്കും. ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി ജനങ്ങളുടെ ഇടയിൽ ചെല്ലണം. ഇന്ന് സഭ സമൂഹത്തിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം. അതിലൂടെ ദൈവത്തിൻ്റെ വചനം അവിടെ എത്തിച്ച് ദൈവത്തിലേക്ക് ആദായപ്പെടുത്തണം എന്നൊരു ദൗത്യമാണ് നമുക്കുണ്ടായിരിക്കുന്നത്. വിശ്വാസമില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. ആ വിശ്വാസം വേണമെങ്കിൽ നാം യാഗപീഠം പണിതേ മതിയാകത്തുള്ളൂ. സഭയിൽ നമ്മൾ പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥനയും വെച്ചേ മതിയാകത്തുള്ളൂ. ഓരോ ആവശ്യത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുക, കുടുംബത്തിൽ നാം പ്രാർത്ഥിക്കുക. അപ്രകാരം പ്രാർത്ഥിച്ച് നേടുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം പറഞ്ഞിരിക്കുന്ന പ്രതിഫലം നമുക്കും, ആ പ്രതിഫലം, ആ വെളിച്ചം നമുക്ക് സമൂഹത്തിൽ എത്തിക്കുവാനും അവരെയും നാം സഭയിലേക്ക് കൂട്ടിച്ചേർക്കുവാനും സ്വർഗരാജ്യത്തിൽ ഒരു ആദായപ്പെടുത്തുവാനും സാധിക്കും. ആമേൻ. അപ്രകാരമുള്ളൊരു വിശ്വാസമായിരുന്നു ഹാബേലിന് ഇവിടെ ഉണ്ടായിരുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപ് സാക്ഷ്യം പ്രാപിച്ചു. ഇവിടെ ഹാനോക്കിൻ്റെ ജീവിത ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു, അതിനാൽ മരണം കാണാതെ എടുക്കപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് രോഗാവസ്ഥയിൽ കിടക്കുന്ന, വാർദ്ധക്യമായി രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു അപ്പച്ചനോ അമ്മച്ചിയോ, അല്ലെങ്കിൽ അപ്പച്ചനോ അമ്മച്ചിയോ നമ്മുടെ ബന്ധുക്കളോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ ചെല്ലുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ചില സഭകളെല്ലാം അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയാൻ പറയും. മരണം ഇതാ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു, അതിന് മുൻപ് എല്ലാ പാപങ്ങളും ഏറ്റുപറയുക, അന്ത്യ ശുശ്രൂഷകളൊക്കെ ചെയ്യട്ടെ എന്ന് പറയും. നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുവാൻ ചെല്ലുന്നത്? അവിടെ ചെന്ന് നാം പ്രാർത്ഥിക്കുന്നത്, ഇത്രയും കാലം ഈ പിതാവിനെ അല്ലെങ്കിൽ മാതാവിനെ ദൈവം കാത്തു സൂക്ഷിച്ചു, അനേക കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. ഇപ്പോൾ വാർദ്ധക്യകാലത്തിലാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് 70 അല്ലെങ്കിൽ 80. അതിൻ്റെ പ്രതാപവും പിന്നെ അതിന് ശേഷം വളരെ ദുഃഖവുമാണ്. ഇതെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ മാതാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, അങ്ങയുടെ ഇഷ്ടം പൂർണ്ണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടി പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിതാവ്, ഒരു മാതാവ് ഇന്ന് നമ്മളുടെ അരികിൽ നിൽക്കുകയാണ്. യേശു ക്രിസ്തു വരുന്നതും കാണുന്നതിനും വേണ്ടി പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ മാതാവ് അല്ലെങ്കിൽ ഈ പിതാവ് ഇന്ന് പുതുക്കം പ്രാപിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ജീവിക്കണം, മരിക്കുവാനല്ല ഇവിടെ ആയിരിക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു വിശ്വാസം നമ്മൾ കൊടുക്കുകയാണ്. ഞാൻ ജീവിക്കും, ഞാൻ ക്രിസ്തുവിനെ കാണും എന്ന വിശ്വാസം കൊടുക്കുകയാണ്. തൻ്റെ പാപങ്ങൾ താൻ ഏറ്റുപറയുകയാണ്. ആ വിശ്വാസം ഒരൊറ്റ ഉറപ്പ്. ചിലപ്പോൾ അടുത്ത നിമിഷം മരിക്കുന്നുവെങ്കിലും പിന്നെ കണ്ണു തുറന്ന് കാണുന്നത് ക്രിസ്തുവിനെ ആയിരിക്കും. ആമേൻ. ആ വിശ്വാസമാണ് ഇന്ന് നാം സമൂഹത്തിലിറങ്ങി കൊടുക്കേണ്ടത്.
അതിനാദ്യം നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വാസം നഷ്ടപ്പെട്ട അനേക വ്യക്തികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ആദാമും ഹൗവയും ആദ്യ കാലഘട്ടത്തിൽ അവർക്ക് മരണമൊന്നുമില്ലായിരുന്നു. അവരുടെ പാപം മുഖാന്തരം നമ്മൾ മരിക്കേണ്ടി വരും എന്ന് ഇവിടെ ഹാനോക്കും അറിഞ്ഞിരുന്നു. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഹാബേലിനെ കയീൻ കൊന്നു. അങ്ങനെ ഒരു മരണവും കണ്ടിരിക്കുകയാണ്. അതിദാരുണമായിട്ടുള്ള മരണങ്ങളും ഹാനോക്ക് കണ്ടിരിക്കാം. പക്ഷേ ഹാനോക്കിൻ്റെ വിശ്വാസം, ഞാൻ മരണപ്പെടാതെ എൻ്റെ യേശുവിനെ ഞാൻ കാണും. നഷ്ടപ്പെട്ടു പോയ ഏദെൻ തോട്ടം, മാതാപിതാക്കൾ ഉണ്ടായിരുന്ന പാപമില്ലാത്ത ആ ഏദെൻ തോട്ടത്തിൽ ഞാൻ വീണ്ടും പോകും, ഞാൻ മരണപ്പെടാതെ എൻ്റെ യേശുവിനെ ഞാൻ കാണും എന്ന വിശ്വാസം ഹാനോക്കിനുണ്ടായിരുന്നു. പ്രാർത്ഥനയാൽ ഓരോ ദിവസവും ആ വിശ്വാസം ആ ഹാനോക്കിന്, അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തെ മറ്റ് ലോകത്തിൻ്റെ സുഖമെല്ലാം വെടിഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിച്ചു. അതാണ് യേശുക്രിസ്തുവിനോട് കൂടി നടന്നു എന്ന് പറഞ്ഞത്, ദൈവത്തോടു കൂടി നടന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഇന്ന് നാം ഇവിടെ നിന്നും മരിച്ചിരുന്നാലും, ഇന്ന് ഇവിടെ നിന്ന് നാം മരിച്ചിരുന്നാലും, നാം ഇപ്രകാരം ഹാനോക്കിനെ പോലെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ കണ്ണു തുറക്കുമ്പോൾ, അടുത്ത നിമിഷം കണ്ണു തുറക്കുമ്പോൾ നാം കാണുന്നത് ക്രിസ്തുവിനെ ആയിരിക്കും. ആ വിശ്വാസം ഇന്ന് എനിക്കുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക ജീവിതങ്ങൾക്ക് ഈ വിശ്വാസത്തിൻ്റെ വെളിച്ചം നമുക്ക് പകരുവാൻ സാധിക്കും. ഇന്ന് ഈ വചനം കേൾക്കുന്ന അനേക വ്യക്തികൾ വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ടായിരിക്കും. നിങ്ങൾ മരിക്കുവാൻ വേണ്ടിയായിരിക്കും കാത്തിരിക്കുന്നത്. നിങ്ങൾ മരിക്കില്ല നിശ്ചയം. നിങ്ങൾ ഇന്ന് പുതുക്കം പ്രാപിക്കുവാൻ പോകുകയാണ്. കഴുകനെ പോലെ നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിസ്തുവിനെ കാണുവാൻ പോകുന്നു. ഏത് രോഗാവസ്ഥയിലായിക്കോട്ടെ, ഏത് രോഗക്കിടക്കയിൽ അവസ്ഥയിലായിക്കോട്ടെ, എത്ര തന്നെ വയസ്സായിക്കോട്ടെ, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കില്ല നിശ്ചയം. തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ ദൈവത്തെ കാണും. ആമേൻ. ആ ഒരു വിശ്വാസം ഇന്നെനിക്ക് ധൈര്യമായിട്ട് നൽകുവാൻ സാധിക്കും. കാരണം എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ കർത്താവിനെ ഞാൻ കാണും എന്ന്. എൻ്റെ കർത്താവിനോട് കൂടി ഞാൻ ആ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന്. കാരണം എൻ്റെ പാപത്തെ ദൈവം കഴുകി മാറ്റിയിരിക്കുകയാണ്. ഇനി നിന്നെ പാപത്തിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കില്ല എന്ന ഒരു ധൈര്യവും പ്രത്യാശയും ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ഇന്ന് നിങ്ങളടുത്ത് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിത്യമരണത്തിലേക്ക് പോകില്ല. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് ആ സ്വർഗത്തിലേക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്കും നിങ്ങളും ഉണ്ടായിരിക്കും. ആമേൻ. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമുക്ക് വിശ്വാസമുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ പ്രതിഫലം പ്രാർത്ഥനയാലും ഉപവാസത്താലും നേടിയെടുക്കണം. കാരണം ദൈവത്തിൻ്റെ വചനവുമായി സഭ സമൂഹത്തിൽ ഇറങ്ങി സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുമ്പോൾ, നാം ഒരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവന് അല്ലെങ്കിൽ അവനോ അവൾക്കോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിക്കോ ദൈവമുണ്ടെന്നോ ദൈവം അപ്രകാരമുള്ളൊരു പ്രതിഫലം തരുമെന്നോ വിശ്വാസം അവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയില്ല. രോഗാവസ്ഥയിലായിരിക്കും. വർഷങ്ങൾ കൊണ്ട് അവർക്ക് മാരകമായിട്ടുള്ള രോഗമായിരിക്കും. അനേക ചികിത്സകൾ അവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ധനം നഷ്ടപ്പെട്ടവരായിരിക്കും. വീടും വസ്തുവകളും വിറ്റ് രോഗസൗഖ്യത്തിന് വേണ്ടി അവർ ധനം നഷ്ടപ്പെടുത്തിയവരായിരിക്കും. അവർക്കൊരു വിശ്വാസവും കാണില്ല. അവരെ വിശ്വാസം അവിടെ ഭംഗപ്പെട്ടു പോയിരിക്കുകയാണ്. അവിടെ നമ്മൾ വിശ്വാസം പകരണമെങ്കിൽ നമ്മൾ സാക്ഷ്യമുള്ളവരായിരിക്കണം. യേശു ക്രിസ്തുവിനോട് ഉപവാസത്താലും പ്രാർത്ഥനയാലും രോഗസൗഖ്യം പിടിച്ചു വാങ്ങിയവരായിരിക്കണം.
യാക്കോബിനെ പോലെ യേശു ക്രിസ്തുവിനോട് നാം ഉപവാസത്താലും പ്രാർത്ഥനയാലും അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങിയവരായിരിക്കണം. എന്നാൽ മാത്രമേ വിശ്വാസമില്ലാതെ അന്ധകാരത്തിലായിരിക്കുന്ന ജനങ്ങൾക്ക് നമുക്ക് വിശ്വാസം പകർന്നു കൊടുത്ത് പ്രാർത്ഥനയാൽ അവരുടെ ആഗ്രഹമല്ല ആവശ്യം നേടിക്കൊടുത്ത് ദൈവമുണ്ട് എന്നും ആ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് ഇതാ വേഗം വരുന്നു എന്നും നമുക്ക് അവരുടെ ഇടയിൽ പറയുവാൻ സാധിക്കത്തുള്ളൂ. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്ത് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ആമേൻ. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ എന്ന് മനസ്സിലാക്കിയ അബ്രഹാം നിനക്ക് ഞാൻ ദേശം നൽകുവാൻ പോകുന്നു, വലിയ സന്തതിയാക്കും, വലിയ ജനതയാക്കുമെന്ന് പറഞ്ഞു. വിശ്വാസത്താൽ കാണാത്ത ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടു പോയ അബ്രഹാമിനെ നോക്കുമ്പോൾ ഇന്ന് സഭയ്ക്കുള്ളിൽ കെട്ടുപാടിലിരിക്കുന്ന വിശ്വാസിയെ പുറപ്പെട് ജനങ്ങളുടെ ഇടയിലേക്ക്, കുടുംബത്തിനകത്ത് കെട്ടുപാടിലിരിക്കുന്ന വിശ്വാസിയെ പുറപ്പെട്, രോഗത്തിൻ്റെ അടിമത്തത്തിൽ ആയിരിക്കുന്ന വിശ്വാസിയെ ഇന്ന് പുറപ്പെട്. അബ്രഹാമിന് കാണാത്ത അനുഗ്രഹം നൽകിയെങ്കിൽ നീ കാണുവാൻ ആഗ്രഹിച്ചിട്ടും കാണാതെ ഇരിക്കുന്ന നിന്റെ രോഗസൗഖ്യം ഇതാ വരുവാൻ പോകുന്നു. ജനങ്ങൾ നിന്റെ സഭയിലേക്ക് ദൈവത്തെ അറിഞ്ഞ് വരുവാനുള്ള നിന്റെ ആഗ്രഹം കാണാതിരിക്കുന്നു. നീ വിശ്വാസത്താൽ പുറപ്പെട്, നീ കാണുവാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വിശ്വാസം നമുക്കില്ലാത്തത് പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തത് കൊണ്ടാണ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും നമ്മുടെ ആവശ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേടിയിരിക്കും. ഒരു സംശയവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇത് വെറും ഒരു വാക്കല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഞാൻ നേടിയെടുത്ത എൻ്റെ അറിവ് നിങ്ങളടുത്ത് ഞാൻ ഛർദ്ദിക്കുന്നതല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഞാൻ നേടിയെടുത്ത് അനുഭവിച്ചറിഞ്ഞ അനുഭവം ഞാൻ നിങ്ങൾക്ക് പകരുകയാണ്. നീ കണ്ണീരോടുകൂടി, നിനക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം അറിയില്ലായിരിക്കും, വെളിപ്പാട് വരെ അറിയില്ലായിരിക്കും, ഒന്നും അറിയില്ലായിരിക്കും, നിനക്കൊരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവ് നിന്നെ രക്ഷിക്കുന്നു എന്നും പറഞ്ഞ് നീ വിശ്വസ്തയോടുകൂടി വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രക്ഷ നിന്റെ ഭവനത്തിന് വരുവാൻ പോകുന്നു. ആ രക്ഷ ജനങ്ങളുടെ ഇടയിലെത്തുവാൻ സാധിക്കും. അതിനായി ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അങ്ങടിയങ്ങളെ വിശ്വാസത്താൽ ബലപ്പെടുത്തണമേ. ആ വിശ്വാസം ജനങ്ങളുടെ ഇടയിൽ എത്തുവാൻ അങ്ങടിയങ്ങളെ സഹായിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.